പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? കണ്ടില്ലേ ആമ ചേച്ചിയുടെ പ്രകടനം? ആരതി ഒഴിഞ്ഞു കയറുമ്പോ എന്റെ കുഞ്ഞിനൊന്ന് കയ്യിലെടുക്കാൻ പോലും സമ്മതിച്ചില്ല. അതിന് ചേച്ചിക്ക് അറിയില്ലല്ലോ തന്റെ കുഞ്ഞാന്ന്. ഇനി എന്നറിയിക്കുന്ന താൻ പറയുന്നേ? കുറച്ച് സമയം വേണം, ഞാൻ പറഞ്ഞില്ലേ. സമയം ഇനി എന്നാ ഉണ്ടാവുന്നത്? എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടോ, അതോ ജരാനരകൾ ബാധിച്ച് ഞാൻ മൂക്കിൽ പല്ലിറങ്ങി മരിച്ചിട്ടോ? എടോ, താനിങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അതെ, തന്റെ സെന്റിമെന്റ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. ആമ ചേച്ചിയുടെ അവസ്ഥയില് എനിക്ക് സങ്കടമുണ്ട്. എന്നുവെച്ചാ എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ? എടോ, ഞാനും ഒരു അമ്മയല്ലേ. എന്റെ കുഞ്ഞിനെ ലാളിക്കാനും പാല് കൊടുക്കാനും ഒക്കെ എനിക്ക് മോഹം ഉണ്ടാവില്ലേ? നമ്മൾ എത്ര ഉദാര മനസ്സ് കാണിച്ചാലും എന്റെ മനസ്സ് ശരീരം അതിന് വഴങ്ങി തരണ്ടേ? പ്ലീസ്. എന്ത് പ്ലീസ്? ലോകത്ത് ഒരു പെണ്ണ് സമ്മതിച്ചിരുന്ന കാര്യമല്ല ഇത്. എന്നിട്ട് ഞാൻ ഇതിന് അനുവദിച്ചെന്നത് ആമ ചേച്ചി പൂർണ്ണമായും മനസ്സിലാക്കിയതുകൊണ്ടാ. പക്ഷെ എന്നെന്താരും മനസ്സിലാക്കാത്ത? ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞ അപ്പുറത്ത് ആരാണ്ടേ ഒന്ന് പറഞ്ഞു കിടക്കുന്ന. എത്ര നേരം എനിക്കിങ്ങനെ പിടിച്ചേക്കാൻ പറ്റും? നെഞ്ചു പിടയ്ക്ക. അതൊന്നും പറഞ്ഞു തനിക്ക് മനസ്സിലാവില്ല. ഒരു പെണ്ണിന് മാത്രമേ പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂ. എനിക്കെല്ലാം മനസ്സിലാവും പൂജ. എന്നിട്ടാണോ താൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പൂജ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒന്ന് ആറ് തണുക്കുന്നവരെ എനിക്കൊരല്പം സമയം വേണം. ഇങ്ങനെ പോയ ഒന്നും ആറ് തണുക്കാൻ പോകുന്നില്ല. കണ്ടില്ലേ, കുഞ്ഞിനെ കൈ കിട്ടിയപ്പോ തന്നെ ആമ ചേച്ചി കാട്ടിക്കൂട്ടുന്നൊക്കെ. അതിന് നേരം കാണാൻ പോലും എന്നെ സംഭവിച്ചില്ല. പിന്നെ അവരതിനെ എനിക്ക് വിട്ടിരുന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരു നിമിഷം കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുക. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എല്ലാരും പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെത്താം. പൂജ, നീ ഇങ്ങനെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ, ഞാൻ എങ്ങനെയും കുഞ്ഞിനെ നിന്റെ കയ്യിൽ എത്തിക്കാം. എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ടെന്ന് കാണേണ്ട ഗതികേട് എനിക്കെന്താ? അവളെന്റെ അവകാശമല്ലേ? ഇങ്ങനെ മറ്റുള്ളവരെ ഭയന്ന് എത്ര കാലം ഞാൻ എന്റെ കുഞ്ഞിനെ കാണാതിരിക്കും? എന്റെ കുഞ്ഞിനെ കാണാൻ എനിക്കെതിരാ മറ്റുള്ളവരുടെ ഔദാര്യം. പൂജ, താനൊന്ന് പതിയെ പറ. എല്ലാ കാര്യത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നേ. അതെ, താനെങ്കിലും എന്നൊന്നും മനസ്സിലാക്കും. താൻ പറയുന്നെല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷെ എത്രക്കും പറഞ്ഞിട്ട് എന്റെ മനസ്സത് അനുവദിക്കുന്നില്ല. അതെ, താൻ എന്നോട് പൊറുക്കണം. അതെ, എന്റെ മോള്, എന്റെ മോള്. കരയില്ലേ മാവൂ? കരയില്ലേ മോളെ? കരയില്ലേ? അമ്മയുടെ തങ്കക്കൂടല്ലേ? അമ്മയുടെ പുന്നാര വാവയല്ലേ? കരയില്ലേടാ മാവൂ? മാവൂ, ഇങ്ങോട്ട് തന്നെ ഓ, ഇതാരൊക്കെയാ നിക്കുന്ന നോക്കിക്കേ. മോടമ്മ
കുഞ്ഞിന്റെ അച്ഛൻ, ദേ കുഞ്ഞിന്റെ മാമൻ. പാവേ. ഓ, 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 ഓ. ഞാൻ നിർത്തി നോക്കാം. ന, ഇങ്ങോട്ടോ മോളുസേ. ഓ ഓ ഓ ഓ ഓ, അച്ഛന്റെ പൊന്നുമോളെ. ഓ ഓ ഓ ഓ ഓ ഓട്ടടാ, കരയാതടാ. ദേ നോക്കി, അച്ഛൻ മോക്കൊരു പഞ്ചാര ഉമ്മ തരട്ടെ. ആ കരയിലെ കരയിലെ കരയിലെ. ഓ ഓ ഓ ഓ മോളെ. ഓ കരയിലടാ. മുത്തേ കരയിലെ മുത്തേ. ദാ ഇപ്പൊ കരച്ചില് കൂടി. ദേ ഇതാരും നോക്കിയേ. ആ താണ്ടേ മക്കളുടെ മാമൻ. മാമൻ ആ മാമൻ, ആദി മാമൻ. മാമനോട് മോള് ചോദിച്ചേ എന്തൊക്കെയുണ്ട് മാമ വിശേഷം എന്ന്. ഇല്ലടാ. പൊന്നുമോളെ ദേ ഇങ്ങോട്ട് നോക്കി. ഓ ഓ ഓ ഓ ദേ കരയില്ലടാ. മാമ മോക്കൊരു പാട്ട് പാടിത്തരട്ടെ. കരയില്ലടാ. അയ്യോ വേണ്ട വേണ്ട, നീ പാടൊന്ന് പറഞ്ഞാ മതി. പാടണ്ട. പാടൊന്ന് പറഞ്ഞപ്പോ തന്നെ കുഞ്ഞിന്റെ കരച്ചിൽ കൂടി കേട്ടാ. വാവേ ഓ ഓ ഓ ഓ ഓ കരയില്ല വാവേ. വാവേ വാവേ വാവൂ. അങ്ങനെയൊന്നും ചെമ്പകശ്ശേരിയിലെ കുഞ്ഞുവാവ കരച്ചിൽ നിർത്തൂല. അവൾക്ക് മുത്തശ്ശിയുടെ കൈ തന്നെ ഉറങ്ങണം. ഇങ്ങതാ കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങതാ വായോ വാവക്കുട്ടിയെ, കരയല്ലോടാ. മുത്തശ്ശിയുടെ പൊന്നു കരയാ. മുത്തശ്ശി കുഞ്ഞിനൊരു കഥ പറഞ്ഞു തരട്ടെ. ഓ പിന്നെ കഥ കേട്ടാ മനസ്സിലാവുന്ന ഒരു പ്രായം. ചുമ്മാ കൊച്ചിനെ പേടിപ്പിക്കല്ലേ മേ. നീ പൊടി അവിടുന്ന്. എന്റെ കുഞ്ഞിന്റെ കാര്യം നീയാണോ നിശ്ചയിക്കുന്നത്? വാവേ എന്റെ പൊന്നാരെ കരയല്ലേ കരയല്ലേ. ഓ ഓ എന്റെ പൊന്ന് കരയല്ലേ. യോ കരയല്ലേ കരയല്ലേ കര. മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരട്ടെ, അത് കേട്ടോ ഉറങ്ങണം കേട്ടോ. കരയല്ലേ കരയല്ലേ. പാവോ പാവോ പാവോ. പണ്ട് ഒരിടത്ത് ഒരു രാജകുമാരനും ഒരു